വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുന്ന VBG റാംജി ബിൽ നിയമമായി. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു. പഴയ MNREGയെ പേരുമാറ്റിയാണ് പുതിയ ബിൽ അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഗ്രാമീണ മേഖലയെ ശക്തിപ്പെടുത്തുന്നു, അതുപോലെ 125 തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഈ ബിൽ പാസാക്കിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചിരിക്കുന്നു. വിവരങ്ങൾ. വികസിത് ഭാരത് റോസ്കാർ ആൻഡ് അജീവിക മിഷൻ എന്ന VBG റാംജി ബിൽ 2025 രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതോടെ ബില്ല് നിയമമാവുകയാണ്. ബിൽ ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്ര മാറ്റം വരുത്തുന്നതാണ് വികസിത് ഭാരത് റോസ്കാർ ആൻഡ് അജീവിക മിഷൻ. തൊഴിൽ ദിനങ്ങൾ 125 ദിവസമായാണ് ഉയർത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ സംരക്ഷണം, തൊഴിൽ സംരക്ഷണം ഇതിൽ ഉറപ്പാക്കുന്നുണ്ട്. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മാത്രമല്ല, AI ബേസ്ഡ് സംവിധാനങ്ങൾ ഇതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അറ്റൻഡൻസ് ഉൾപ്പെടെയുള്ളവ വളരെ ക്ലിയർ ആയി ഇതിൽ രേഖപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഈ പദ്ധതിയിൽ ഉണ്ടാകാതിരിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ നീക്കം ഉണ്ടായത്. എന്തായാലും ആ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ അത് നിയമമായി മാറിയിരിക്കുന്നു. ശ്രീകാന്ത്, ഇതിനെതിരെ ഇന്ത്യ മുന്നണിയിൽ നിന്നും വലിയ വിമർശനമാണ് ഉയർന്നത്. പക്ഷേ ഈ വിമർശനത്തിന് അടിസ്ഥാന കാരണങ്ങൾ വ്യക്തമാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധ്യമായിട്ടുമില്ല. 100 തൊഴിൽ ദിനങ്ങളായിരുന്നു നേരത്തെ ഈ MNREGA ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 125 തൊഴിൽ ദിവസങ്ങളായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, കൂലി കൊടുക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു സമയ നിഷ്ഠ പോലും വെച്ചിരിക്കുകയാണ് പുതിയ ബിൽ. പിന്നെ എന്തിനാണ് ഇവർ ഈ മാറ്റത്തെ എതിർത്തത് എന്നതാണ് ഇനി ഇന്ത്യ മുന്നണി വ്യക്തമാക്കേണ്ടതല്ലേ? അതായത് കൃഷിക്കും ഗ്രാമീണ തൊഴിലിനും തുല്യ പരിഗണന നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നതാണ് ഈ പുതിയ ബില്ല്. 100 എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളായി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, വിശേഷിച്ച് ഗ്രാമീണ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന പദ്ധതി കൂടിയാണ് ഇത്. വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഒരു സാമ്പത്തിക വർഷത്തിലാകെ 60 ദിവസത്തിൽ കവിയാത്ത ഇടവേള പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അധികാരം നൽകിയിരുന്നു. അതായത് സമയബന്ധിതമായ വേതന വിതരണം ജോലി പൂർത്തിയാക്കി ഒരാഴ്ചക്കുള്ളിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ വേതനം നൽകണം എന്നാണ് സർക്കാർ ഈ നിയമത്തിലൂടെ പ്രധാനമായും പറയുന്നത്. ഈ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് കാലതാമസം വരുത്തിയാൽ അതിന് നഷ്ടപരിഹാരം കൂടി നൽകണം എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിലൂടെ വേതന സുരക്ഷ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജലസുരക്ഷയും ജലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെടുത്തുന്നു. പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിൽ വരുന്നു. ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഈ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ അടിമുടി ഈ രാജ്യത്തെ ഗ്രാമീണ തലത്തിൽ നിന്നും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് ഈ പുതിയ പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ അതിശക്തമായി എതിർക്കാനാണ് ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം തയ്യാറെടുത്തത്. ഈ ബില്ല് അവർ വായിച്ചു പോലും നോക്കിയിട്ടില്ല എന്നതാണ് അവരുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നത്. ശരി ശ്രീകാന്ത്.